ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 16 തീയതി കടുത്ത പനിയെ തുടർന്നും പേശിവലിവ്, ശ്വാസതടസ്സം തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലവും അമൃത ആശുപത്രിയിൽ പ്രവേശിച്ച ലാലേട്ടൻ ഇപ്പോഴത്തെ പൂർണ്ണ ആരോഗ്യവാനോടെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 16 തീയതിയാണ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം ലാലേട്ടൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. അന്ന് തന്നെ ഡിസ്ചാർജ് ആയ ലാലേട്ടൻ വീട്ടിലേക്ക് മടങ്ങി 5 ദിവസത്തെ വിശ്രമത്തിലായിരുന്നെങ്കിലും ഇപ്പോഴത്തെ 5 ദിവസത്തെ വിശ്രമം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ ലാലേട്ടൻ കൂടി പ്രസിഡന്റ് ആയിരിക്കുന്ന അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോഴത്തെ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലായിരിക്കുന്ന ലാലേട്ടനെയാണ് നമുക്ക് മനോരമ ന്യൂസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലൂടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നാളെ അമ്മയുടെ ഷോ അങ്കമാലിയിൽ നടക്കുകയാണ്. ലാലേട്ടൻ നേതൃത്വം നൽകുന്ന അമ്മയുടെ ഷോയിൽ ഒരുപാട് പരിപാടികൾ ലാലേട്ടൻ തന്നെ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ച എല്ലാ വർഷവും നാം കാണാറുള്ളതാണ്. ഇത്തവണയും അമ്മയുടെ ഷോയിൽ ലാലേട്ടന് പ്രോഗ്രാം എല്ലാം തന്നെ ഉണ്ടായതാണ്. നിലവിൽ ലാലേട്ടൻ ഇത് വിശ്രമ സമയമായതുകൊണ്ട് ലാലേട്ടന് നാളെ പ്രോഗ്രാം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാലും ഇപ്പോഴത്തെ ലാലേട്ടൻ പൂർണ്ണ ആരോഗ്യവാനോടെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 24 മണിക്കൂറില്ല നിങ്ങൾക്ക് തന്നെ യൂട്യൂബ് നോക്കിയാൽ അറിയാം, ലാലേട്ടൻ ഗുരുതരാവസ്ഥയിലാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു തുടങ്ങിയ തെറ്റായ വാർത്തകളെല്ലാം തന്നെ ഇപ്പോഴത്തെ അങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് വലിയ മറുപടി ലാലേട്ടൻ തന്നെ നേരിട്ട് അമ്മ ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ എത്തിയതോടെ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. നാളെ അമ്മയുടെ ഷോയുടെ ഭാഗമാകുമോ ലാലേട്ടൻ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ ആ ഷോ കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം L360, എമ്പുരാൻ എന്നീ സിനിമകളുടെ ഷൂട്ടിംഗ് ആയിരിക്കും ലാലേട്ടൻ ഉടനെ തന്നെ പൂർത്തിയാക്കുക. ഇതിനിടയിൽ ബറോസിന്റെ പ്രൊമോഷൻ ഘട്ടത്തിലേക്കും ലാലേട്ടൻ കടക്കും. അപ്പോൾ കാത്തിരിക്കാം ലാലേട്ടന്റെ അടുത്ത സിനിമകളുടെ വാർത്തകൾക്കും വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾ കേട്ടും.